ഹലോ ഗൈസ്, ദിസ് ഇസ് റോമി മലയാളി. ഞാൻ കിരൺ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിക്കാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണം, മാർക്കറ്റൊക്കെ ഒന്ന് ചുറ്റി കാണിക്കണം. അത്രേ ഉള്ളൂ. ഇന്ന് ഔട്ട്ഡോർ കാഴ്ചയാണ്. അപ്പോൾ പോലെ ഗൈസ്, ഇപ്പോൾ ഇവിടെ 6 മണിയായി, എന്നിട്ടും നല്ല വെയിലുണ്ട്. മുഖത്തേക്ക് തന്നെ വെയിലടിക്കുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ബസ് സ്റ്റോപ്പ് ഇവിടെ അടുത്ത് തന്നെയാണ്, പക്ഷേ ഇപ്പോൾ റോഡ് ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ദൂരത്തേക്കാണ് ഇപ്പോൾ ബസ് സ്റ്റോപ്പ്. അപ്പോൾ അവിടെ വരെ ഒന്ന് നടക്കണം, ഒരു 10 മിനിറ്റ് നടക്കണം. അപ്പോൾ അങ്ങനെ നടക്കാം നമുക്ക്. ഗൈസ്, ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, ഇപ്പോൾ 24 ഹവേഴ്സായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദാഹിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ഇതുപോലത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ വെള്ളം കുടിക്കാം. നല്ല തണുത്ത വെള്ളം കിട്ടും. എവിടെ പോയാലും ഈ വെള്ളം കിട്ടും. ഇപ്പോൾ കുറച്ച് വെള്ളം കുടിക്കാം നമുക്ക്. ആഹാ, നല്ല തണുത്ത വെള്ളം. ഇപ്പോൾ എല്ലാ 24 ഹവേഴ്സും ഇങ്ങനെ തണുത്ത വെള്ളം വന്നുകൊണ്ടിരിക്കും, ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യമുള്ളപ്പോൾ പോയി കുടിക്കാം. അതുകൊണ്ട് ഇവിടെ ഈ നാട്ടിൽ നമുക്ക് വെള്ളം കിട്ടാതെ മേടിക്കേണ്ട ആവശ്യമില്ല. എവിടെയും ഫ്രീ ആയിട്ട് വെള്ളം കിട്ടും. അതുകൊണ്ട് വെള്ളം കാശ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യവുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് വെള്ളം ഇങ്ങനെ 24 ഹവേഴ്സ് കിട്ടുമല്ലേ. വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു നാടാണ് ഇവിടെ. ഇപ്പോൾ ചൂട് സമയമല്ലേ, ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കിട്ടുന്നത് വളരെ ഉപകാരമാണ്. ഇനി ഒരു കുറച്ചുകൂടി നടക്കാനുണ്ട്. നമുക്ക് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബസ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിലേക്ക് ഇപ്പോൾ ഡ്രൈവറും കയറുന്നുണ്ട്. അപ്പോൾ ബസ് ഇപ്പോൾ എടുക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ പോയി ബസ്സിലേക്ക് കയറാം. അപ്പോൾ നമുക്ക് ബസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ ഡെബിറ്റ് കാർഡാണ്. അപ്പോൾ നമുക്കൊരു 150 ദിർഹംസിൻ്റെ ഒന്നെങ്കിൽ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ടെലിസെല്ലിൻ്റെ ഒരു കാർഡ് ഉണ്ട് അതെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്താൽ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 150 ദിർഹംസ് പിടിച്ചോളും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഡെബിറ്റ് കാർഡാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ബസ്സിൽ കയറാം. ഇവിടെ എന്തോ പറ്റി ഗൈസ്, എടുക്കണില്ല. നമുക്ക് ബാക്ക് സൈഡിൽ വന്നുണ്ട്, ഒരു മെഷീനുണ്ട്, അവിടെ വെച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കയറിയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പിടിച്ചു. ഇനി നമുക്ക് പോവല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം. ഇവിടെ ഇറങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് വീണ്ടും നടന്നു കഴിഞ്ഞാൽ നമ്മളെ സൂപ്പർ മാർക്കറ്റ് എത്തി. സിറ്റി സൂപ്പർ മാർക്കറ്റാണ്, വലിയൊരു സിറ്റി സൂപ്പർ മാർക്കറ്റാണ്. അവിടെ പോയി അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് 2 മിനിറ്റ് കൂടെ നടക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇറങ്ങാം ഗൈസ്. തുറക്കുന്നില്ലല്ലോ ഇത്. തുറന്നു. ഇനി നമുക്ക് ഇറങ്ങിയിട്ട് നടക്കാം ഗൈസ്. വെയിൽ കണ്ടോ, സൂര്യനെ കണ്ടോ, എന്താ ചൂട്. അപ്പോൾ നമുക്ക് നടക്കല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ടെലിസെല്ലിൻ്റെ ഒരു ടെർമിനൽ. ഞാൻ പറഞ്ഞില്ല, ബസ്സിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് കോയിൻസ് വെച്ചിട്ട് കറൻസി വെച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ടിക്കറ്റ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, നല്ല വെയിലല്ലേ. അത് ഇങ്ങനെ അവിടെ ചെക്ക് ചെയ്തിട്ട് നമ്മുടെ നമ്പറൊക്കെ കൊടുത്തിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ഇതൊരു ജെറ്റ്. നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്തല്ല, കാർഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതും എടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നടക്കുകയാണ്, ഞാൻ ഇതൊന്നും എടുക്കുന്നില്ല. നല്ല വെയിൽ ഗൈസ്. അപ്പോൾ അവിടെ ഒരു പാർക്ക് പോലെ ഒരു ഇരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അതൊരു സ്റ്റേജ് പോലെയാണ് അവിടെ. അപ്പോൾ നമുക്ക് നടക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. കയറുമ്പോൾ തന്നെ ചോക്ലേറ്റ്, ജ്യൂസ്, അങ്ങനത്തെ സ്നാക്സ്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. പിന്നെ കോഫി, ജ്യൂസ്, ബിയർ സെക്ഷൻ വന്നു. ഇനി നമ്മുടെ റൈറ്റ് സൈഡിൽ മൊത്തം ലിക്കേഴ്സാണ്. ലെഫ്റ്റ് സൈഡിൽ വോഡ്കാസ്, റൈറ്റ് സൈഡിൽ പ്രീമിയം ലിക്കേഴ്സ്, എല്ലാം കോണിയാക്ക്, വിസ്കി, അങ്ങനത്തെ എല്ലാ ലിക്കേഴ്സുമാണ്. നിറയെ നല്ല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ നോക്കൂ ഗൈസ്, കാണുമ്പോൾ തന്നെ എന്തോ ആണെന്നില്ലേ. ലിക്കേഴ്സിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട്. എല്ലാ ബ്രാൻഡ്സും, ലോകത്തിലെ എല്ലാ ബ്രാൻഡ്സും, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉദ്ദേശം വെജിറ്റബിൾ നോക്കാനാണല്ലോ ഗൈസ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു രൂപ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു 4 ദിർഹംസാണ്. അപ്പോൾ ആ റേഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ നല്ല ഓഫേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇവിടെ മാർക്കറ്റിലൊക്കെ വെജിറ്റബിൾസിനൊക്കെ. പിന്നെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ട്. ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും എല്ലാം അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് കിട്ടും. അത്യാവശ്യം റേറ്റും കുറവുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് വെജിറ്റബിൾസൊക്കെ അത്ര വലിയ റേറ്റ് ഇല്ല. തക്കാളിയൊക്കെ ഓഫർ വെച്ചൊക്കെ കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഒന്ന് കണ്ടു കിടക്കാം. പിന്നെ ഇവിടെ ഒരു കാര്യം വെച്ചാൽ മാങ്ങ, തേങ്ങ, അതൊക്കെ കിട്ടും ഗൈസ്. അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മാങ്ങയ്ക്ക് ഏകദേശം 895 ദിർഹംസാണ് ഗൈസ് ഒരു മാങ്ങയ്ക്ക്.
തേങ്ങയ്ക്ക് 600 സംതിങ് ഉണ്ട്, പൈനാപ്പിൾ, പഴം, അങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ള ക്യാൻ്റെ ഐറ്റംസാണ്, ക്യാൻ ഫുഡ്. ഇപ്പോൾ ഇത് ഗ്രീൻ പീസ്, അതുപോലെ മഷ്റൂംസ്, ഫിഷ്, ഇതൊക്കെ ക്യാൻ ഫുഡായിട്ട് കിട്ടും. അതൊക്കെ ക്യാനിലിട്ട് കിട്ടും. അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷേ അതിനൊക്കെ നമുക്കിവിടെ ലൈവ് ഫിഷും കിട്ടും. അതുപോലെ ഇതുപോലെ ലൈവ് ഫിഷും കിട്ടും. നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ അവർ പിടിച്ച് കൊന്ന് ക്ലീൻ ചെയ്ത് തരും. നമുക്ക് കൊണ്ടുപോയി ഗ്രില്ല് ചെയ്യുകയോ കറിയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് കഴിഞ്ഞു. ഇനി നമുക്ക് വീട്ടിൽ പോവാം. അപ്പോൾ വീട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ ബസ് നോക്കണ്ടേ? ബസ് നോക്കാൻ നമുക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ ഇൻഡെക്സിൻ്റെ ഒരു മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കാണാം. നമ്മൾ എവിടെ നിൽക്കണം, ആ ബസ് സ്റ്റോപ്പിൽ ഏതൊക്കെ ബസ് വരും, നമ്മൾ പോകേണ്ട ഡെസ്റ്റിനേഷനിലേക്ക് ഏതൊക്കെ ബസ് പോകുന്നൊക്കെ ഇതിൽ കാണിക്കും. അപ്പോൾ നമ്മുടെ ബസ് 29 നമ്മുടെ വീട് സൈഡിൻ്റെ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ 29 സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് കാണിക്കും, ബസ് എവിടെ എത്തി. ലൈവ് ട്രാക്കിംഗ് സിസ്റ്റമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ബസ് അടുത്ത സ്റ്റോപ്പ് നമ്മുടെ സ്റ്റേഷനിലാണ്, നമ്മുടെ ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്, ബസ് വരുന്നവരെ. അപ്പോൾ നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലേക്കാണ്.